विश्वजनीनं विश्वदमन्दं विश्रुतमामि विद्यालयम् अक्षरम् अग्नियाय अमृतिൽ നിന്നമൃതായി പകരുന്ന നന്മയാം വിദ്യാലയം സെന്റ് സെബാസ്റ്റ്യൻ വിദ്യാലയം ഇത് സെന്റ് സെബാസ്റ്റ്യൻ। प्यारे बच्चों नमस्ते। आज की हिंदी कक्षा में सबका हार्दिक स्वागत है। तो हम लोग प्रेमचंद की ठाकुर का कुआं कहानी पढ़ रहे थे, है ना। तो जोखू बीमार है। जोखू ने जब पानी पीने के लिए लोटा मुंह से लगाया तो उसमें से सख्त बदबू आ रही थी और गंगी ने क्या कहा, गंगी कहीं से साफ पानी ले आती हूँ। गंगी ने कहा कि वो कहीं से भी साफ पानी लाएगी, है ना। तो पानी लाने के लिए वो कहाँ जाती है, ठाकुर के कुएं पर जाती है। ठाकुर के कुएं पर जाकर वहाँ मौके का इंतज़ार करके खड़ी है। ഠാക്കൂറിൻ്റെ കിണറിൻ്റെ അടുത്ത് പോയിട്ട് അവസരം പാർത്തിരിക്കുകയാണ്, വെള്ളം കോരാനുള്ള അവസരം പാർത്തിരിക്കുകയാണ് അവൾ, അല്ലേ. അവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. നമുക്കിനി ബാക്കിയൊന്ന് നോക്കാം. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई। बेफिक्रे चले गए थे। ठाकुर भी दरवाज़ा बंद कर अंदर आंगन में सोने जा रहे थे। गंगी ने क्षणिक सुख की सांस ली। किसी तरह मैदान तो साफ हुआ। अमृत चुरा लाने के लिए जो राजकुमार किसी ज़माने में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझकर न गया हो। गंगी दबे पांव कुएं की जगत पर चढ़ी। विजय का ऐसा अनुभव उसे पहले न हुआ था। എന്താ പാരഗ്രാഫിൽ പറയുന്നത് നോക്കിയേ. दोनों पानी भरकर चली गई, രണ്ടുപേരും വെള്ളം നിറച്ച് തിരിച്ചുപോയി. तो गंगी वृक्ष की छाया से निकली. അപ്പോൾ ഗംഗി ആ മരത്തിൻ്റെ നിഴലിൽ നിന്ന് പുറത്തിറങ്ങി. ആരാണ് ഈ വെള്ളം നിറച്ച് പോയത്? രണ്ട് വേലക്കാരികൾ. ഓർ കുവേ കി ജഗത് കെ പാസായി, അങ്ങനെ ആ കിണറിൻ്റെ തറയുടെ അടുത്ത് വന്നു. ബേഫിക്രെ ചലേ ഗേ ഥേ. ബേഫിക്രെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഠാക്കൂറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുറച്ച് വേവലാതി ഒന്നുമില്ലാത്ത കുറച്ച് പേരുടെ കാര്യം പറഞ്ഞു, അവരൊക്കെ പോയി കഴിഞ്ഞു. ഠാക്കൂർ ബി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ ഥേ. ഠാക്കൂറും വാതിലടച്ചിട്ട് അകത്ത് മുറ്റത്ത് കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ മുറ്റത്ത് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട എന്നാൽ മുറ്റത്ത് കിടന്ന് ഉറങ്ങുന്നതെന്ന്. അപ്പോൾ ഈ അന്നത്തെ വീടിനൊക്കെ ഒരു ചുറ്റുമതിലുണ്ട്, ചുറ്റുമതിലൊരു വാതിലുണ്ട്, അതാണ് ഈ അടയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഉള്ളിൽ അവർക്ക് കിടന്ന് ഉറങ്ങാം. കട്ടിലൊക്കെ സാധാരണ പുറത്തിട്ടിട്ട് കിടന്നുറങ്ങുന്നൊരു ശീലമുണ്ട്. കാരണം ഭയങ്കര ചൂടുള്ള കാലത്ത് പുറത്ത് കിടന്നുറങ്ങാനാണ് സുഖം. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ കിട്ടും. ഇന്നത്തെ പോലെ കറണ്ടും AC ഒന്നുള്ള കാലമല്ല. ഗംഗീനെ ക്ഷണിക് സുഖ് കി സാസ്ലി. അവൾ പെട്ടെന്ന് ഗംഗീനെ ക്ഷണിക് സുഖ് കി സാസ്ലി എന്ന് പറഞ്ഞാൽ ഗംഗി പെട്ടെന്നൊരു ആശ്വാസത്തിൻ്റെ ശ്വാസം വലിച്ചു, ഒരു സുഖകരമായ ശ്വാസം വലിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് ആശ്വാസമായി. കിസി തര മൈതാൻ തോ സാഫ് ഹുവ. അങ്ങനെ മൈതാനം ക്ലിയറായി എന്ന് പറഞ്ഞാൽ റൂട്ട് ക്ലിയറായി എന്നുള്ള അർത്ഥം നമ്മൾ പറയില്ല. അങ്ങനെ റൂട്ട് ക്ലിയറായി, വഴിയൊക്കെ ഒന്ന് ക്ലിയറായി. എന്താ അർത്ഥം? ഇവക്ക് വെള്ളം കോരാനുള്ള ആ സാഹചര്യമൊക്കെ ഒത്തു വന്നു. അതിനാണ് ഈ മൈതാനത്തോ സാഫ് ഹോന എന്ന് പറയുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരിക. കാരണം ആ പെണ്ണുങ്ങൾ വെള്ളം നിറച്ച് പോയി, ഠാക്കൂറിൻ്റെ മുറ്റത്തുണ്ടായിരുന്നവർ പോയി, ഠാക്കൂറാണെ വാതിലടച്ച് ഉറങ്ങാനും പോയി. അമൃത് ചുരാ ലാനെ കെ ലിയെ जो राजकुमार किसी ज़माने में गया था वह भी शायद इतनी सावधानी के साथ और समझ बूझकर न गया हो. അമൃത് മോഷ്ടിക്കാൻ വേണ്ടി ഒരു രാജകുമാരൻ ഏതോ കാലത്ത് പോയ ഒരു കഥയുണ്ട്. അയാൾ പോലും ഇത്രയും ശ്രദ്ധിച്ച്, സാവധാനി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, സമജ് ബൂജ്കർ എന്ന് പറഞ്ഞാൽ വളരെ ജാഗ്രതയോടെ എന്നുള്ള അർത്ഥമാണ്. ന ഗയാഹോ, പോയിട്ടുണ്ടാവില്ല. അതായത് പണ്ട് കാലത്ത് അമൃത് മോഷ്ടിക്കാൻ പോയ ആ രാജകുമാരൻ പോലും ഇത്രയും ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും ഒന്നും പോയിട്ടുണ്ടാവില്ല. ഗംഗി ദബേ പാവ് കുവേക്ക് ജഗത് പർ ചടി. ഗംഗി പതിഞ്ഞ കാലുകളോടെ, ദബേ പാവ് എന്ന് പറഞ്ഞാൽ ഈ പൂച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലേ, പതുങ്ങി അങ്ങനെ പതിഞ്ഞ കാലുകളോടെ വളരെ മെല്ലെ കുവേക്ക് ജഗത് പർ ചടി, ആ കിണറിൻ്റെ ചുറ്റുമുള്ള തറയിലേക്ക് കയറി. വിജയ് കാ ഏസ അനുഭവ് ഉസെ പെഹ്ലെ ന ഹുവാ ഥാ. വിജയത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു അനുഭവം അവൾക്ക് ഇതുവരെ നേരത്തെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഠാക്കൂറിൻ്റെ ഈ കിണറ്റിൽ നിന്ന് ആർക്കും വെള്ളം കോരാനുള്ള അനുവാദമില്ല.
എന്ന് പറഞ്ഞാൽ ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വെള്ളം കോരാനുള്ള അനുവാദമില്ല. അപ്പോൾ അവരാരും ആ കിണറിൻ്റെ അടുത്തേക്ക് തന്നെ പോകാറില്ല. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഗംഗി അവിടെ ആദ്യമായിട്ട് ആ കിണറിൻ്റെ ചുറ്റുമുള്ള തറയിൽ കയറി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. उसने रस्सी का फंदा खड़े में डाला, दाएं बाएं चौकन्नी दृष्टि से देखा, जैसे कोई सिपाही रात को शत्रु के किले में सुराख कर रहा हो. अगर इस समय वह पकड़ ली गई तो फिर उसके लिए माफ़ी या रियायत की रत्ती भर उम्मीद नहीं. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और घड़ा कुएं में डाल दिया. उसने रस्सी का फंदा खड़े में डाला. അവൾ ആ കയറിൻ്റെ കുരുക്ക്, നിങ്ങൾക്കറിയാം അന്ന് വെള്ളം കോരണമെങ്കിൽ ഈ കലത്തിൻ്റെ കഴുത്തെ കൂടി ഒരു കുരുക്കിടണം. രസ്സിക്ക ഫന്ത, കയറിൻ്റെ കുരുക്ക്. ഫന്ത എന്ന് പറഞ്ഞാൽ കുരുക്കാണ്. ഖടേമെ ഡാല, ആ കലത്തിലേക്ക് ഇട്ടു. ദായേ ബായേ ചൗക്കന്നി ദൃഷ്ടി സെ ദേഖ, വലത്തേക്കും ഇടത്തേക്കും ഇങ്ങനെ ചൗക്കന്നി ദൃഷ്ടി സെ ദേഖന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറുകണ്ടിട്ട് നോക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ചൗക്കന്നി ദൃഷ്ടി സെ ദേഖന എന്ന് പറഞ്ഞാൽ. ജैसे कोई सिपाही, ഏതോ പട്ടാളക്കാരൻ, രാത്രിക്കോ ശത്രുക്കെ കിലേമേ സുരാഖ് കർ രഹാ ഹോ, രാത്രിയിൽ ശത്രുവിൻ്റെ പാളയത്തിൽ തുരങ്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹോൾ ഉണ്ടാക്കുന്ന ഒരു പട്ടാളക്കാരൻ നോക്കുന്നത് പോലെ അവൾ ഇടത്തേക്കും വലത്തേക്കും നോക്കി. അഗർ ഇസ് സമയ വഹ് പക്കഡ് ലീ ഗയി, ഈ സമയത്ത് അവൾ പിടിക്കപ്പെട്ടാൽ तो फिर उसके लिए മാഫി യാ റിയായത്ത് കി രത്തി ഭർ ഉമ്മീദ് നഹി, അവൾക്ക് മാപ്പ് കിട്ടുമെന്നും കരുണ ലഭിക്കുമെന്നും ഒട്ടും തന്നെ പ്രതീക്ഷയില്ല. മാഫി എന്ന് പറഞ്ഞാൽ മാപ്പ്, റിയായത്ത് എന്ന് പറഞ്ഞാൽ കരുണ എന്നാണ്, ദയ കരുണ എന്നൊക്കെയാണ്. രത്തി ഭർ ഉമ്മീദ് നഹി എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പ്രതീക്ഷയില്ല. അന്തമേ ദേവതാവോക്കോ യാദ് കർക്കെ, അവസാനം ദേവതാവോക്കോ യാദ് കർക്കെ, ദേവതാവോക്കോ യാദ് കർണ എന്ന് പറഞ്ഞാൽ ദേവന്മാരെ ഓർമ്മിക്കുക എന്നാണ്. അതായത് ദൈവത്തെ സ്മരിച്ചുകൊണ്ടെന്നുള്ള അർത്ഥമാണ്. ദേവത എന്നുള്ള വാക്ക് ഹിന്ദിയിൽ പുല്ലിംഗമാണ്. നമ്മൾ മലയാളത്തിൽ ദേവത എന്ന് പറഞ്ഞാൽ പെണ്ണാണ് അല്ലേ, സ്ത്രീലിംഗമാണ്. ഹിന്ദിയിൽ ദേവത എന്ന് പറഞ്ഞാൽ ദേവന്മാരെയാണ് ദേവത എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേവത ഓർ ദേവിയാണ്, മലയാളത്തിലെ പോലെയല്ല. അപ്പോൾ ദേവതാവോക്കോ യാദ് കർക്കെ ഉസ്നെ കലേജ മസ്ബൂത്ത് കിയ. കലേജ മസ്ബൂത്ത് കർണ, കലേജ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ്. മസ്ബൂത്ത് കർണ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ അവൾ ധൈര്യം സംഭരിച്ചു. ഓർ ഘടാ കുവേമെ ഡാൽ ദിയ, എന്നിട്ട് ആ കുടം കിണറ്റിലേക്ക് ഇട്ടു. ഖടേനെ പാനി മേ ഗോത്ത ലഗായ ബഹുത് ഹി ആഹിസ്ത, ജറാ ഭി ആവാസ് ന ഹുई. गंगी ने 2-4 हाथ जल्दी जल्दी मारे, खड़ा कुएं के मुंह तक आ पहुंचा. कोई बड़ा शहजोर पहलवान भी इतनी तेजी से न खींच सकता था. खड़े ने पानी में गोता लगाया, ആ കുടം വെള്ളത്തിൽ മുങ്ങി. ഗോത്ത ലഗാന എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നാണ്. ബഹുത് ഹി ആഹിസ്ത, വളരെ പതുക്കെ. ആഹിസ്ത എന്ന് പറഞ്ഞാൽ ധീരെ ധീരെ എന്നാണ്. ജറാബി ആവാസ് നഹുയി, ഒട്ടും ശബ്ദം ഉണ്ടായില്ല. ജറാബി എന്ന് പറഞ്ഞാൽ അല്പം പോലും ശബ്ദം ഉണ്ടായില്ല. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാരെ, അവൾ പെട്ടെന്ന് കയറിങ്ങനെ വലിച്ചു. അതിനാണ് ഹാത്ത് മാറണ എന്ന് പറയുന്നത്. അവൾ പെട്ടെന്ന് 3-4 പ്രാവശ്യം ഇങ്ങനെ കയറ് മുകളിലേക്ക് വലിച്ചു. വെള്ളം പെട്ടെന്ന് എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഖടാ കുവേക്കെ മുഹത്തക് ആ പഹുച്ച, അപ്പം ഈ കലം കിണറിൻ്റെ വായ വരെ എത്തി. കോയി ബഡാ ഷഹസോർ പഹൽവാൻ ഭി, വലിയ കരുത്തനായൊരു ഗുസ്തിക്കാരൻ പോലും ഇത്തിനി തേസി സെ ന ഖീൻ സക്താ ഥ, ഇത്രയും സ്പീഡിൽ വലിക്കുകയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര കരുത്തോടെയാണ് വലിക്കുന്നത്. ഗംഗി ചുക്കി की खड़े को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाज़ा खुल गया. शेर का मुँह इससे अधिक भयानक न होगा. गंगी चुकी, गंगी കുനിഞ്ഞു. कि घड़े को पकड़कर जगत पर रखे, എന്നിട്ട് കുടം പിടിച്ച് ജഗത് पर रखे, ആ കിണറിൻ്റെ ആ വക്കയിലേക്ക് വെച്ചു. कि एकाएक, അപ്പോഴത്തേനും പെട്ടെന്ന് ഠാക്കൂർ സാഹബ് കാ ദർവാസ ഖുൽ ഗയ, ഠാക്കൂറിൻ്റെ വാതിൽ തുറന്നു. ഷേർ കാ മുഹ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ, സിംഹത്തിൻ്റെ വായ പോലും ഇത്രയും ഭീകരമായിരിക്കില്ല. ഗംഗി കെ ഹാത്ത് സെ രസ്സി छूट गई, रस्सी के साथ खड़ा धड़ाम से पानी में घिरा और कई क्षण तक पानी में हिलकोरे की आवाज़ें सुनाई देती रही. ഗംഗി കെ ഹാത്ത് സെ, ഗംഗിയുടെ കയ്യിൽ നിന്ന് രസ്സി छूट गई, രസ്സി छूट गई എന്ന് പറഞ്ഞാൽ കയറ് വിട്ടുപോയി. രസ്സി കെ സാത്ത് ഖടാ ധടാം സെ പാനി മെ ഗിര, കയറിൻ്റെ കൂടെ ഈ കലവും ധടാം എന്ന ശബ്ദത്തോടെ
പാനി മേ ഗിര, വെള്ളത്തിലേക്ക് വീണു. ഓർ കൈ ക്ഷണത്തക്, കുറേ സമയത്തേന് പാനി മേ ഹിൽക്കോരേക്ക് ആവാസെ സുനായി ദേത്തി രഹി, വെള്ളത്തിലിങ്ങനെ ഓളത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാലോ, കിണറ്റിലേക്കൊക്കെ എന്തെങ്കിലും ശക്തമായിട്ട് വീണ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ വല്ലാതെ ഓളം വെട്ടിയിട്ട് കിണറിൻ്റെ സൈഡിൽ പോയി ഇങ്ങനെ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. അതാണ് ഹിൽക്കോര. ഹിൽക്കോര എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്ന ഓളമാണ്. അതിൻ്റെ ശബ്ദം കുറച്ച് സമയത്തിന് കേട്ടുകൊണ്ടിരുന്നു. ठाकुर कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. घर पहुंचकर देखा कि जोकू लोटा मुँह से लगाए वही मैला गंदा पानी पी रहा है. ഠാക്കൂർ കോൻ ഹെ പുക്കാർത്തെ ഹുവേ കുവേ തരഫ് ആ രഹേ ഥേ. ഠാക്കൂർ ആരാന്ന് ചോദിച്ചുകൊണ്ട് കിണറിൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. ഓർ ഗംഗി ജഗത് സെ കൂദ്കർ ഭാഗി ജാ രഹി ഥി. ഗംഗി കിണറിൻ്റെ ആ തറയിൽ നിന്ന് ചാടി ഓടുകയുമായിരുന്നു. അപ്പോൾ ഠാക്കൂർ ആരാന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഗംഗി ഇവിടുന്ന് ചാടി ഓടുന്നു. ഘർ പഹുഞ്ച് കർ ദേഖ, വീട്ടിൽ ചെന്നപ്പോൾ അവൾ കണ്ടു. എന്ത്? കി ജോഖു ലോട്ടാ മൂസെ ലഗായെ വഹി മേല ഗന്ദ പാനി പീ രഹാ ഹൈ. എന്താ അവൾ കണ്ടത്? ജോഖു ആ മൊന്തയെടുത്ത് വായോട് ചേർത്ത് വഹി മേല ഗന്ദ പാനി പീ രഹാ ഹൈ, ആ അഴുക്കുള്ള ചീത്തയായ വെള്ളം കുടിച്ചുകൊണ്ട് ഇരിക്കുന്നു. ജോഖു ദാഹം സഹിക്ക വയ്യാതെ ആ ചീത്ത വെള്ളം എടുത്ത് കുടിക്കുന്ന കാഴ്ചയാണ് ഗംഗി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഠാക്കൂർ കാ കുവ എന്ന് പറഞ്ഞ പാഠം. ഇത് വളരെ പ്രസിദ്ധമായൊരു കഥയാണ്. അന്നത്തെ ആ സമൂഹത്തിലെ ആ ജാതി വ്യവസ്ഥയുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ തുറന്ന് കാണിക്കുന്ന ഒരു കഥയാണിത്. നിങ്ങളിത് നന്നായിട്ട് പഠിച്ചോണം. കാരണം ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു പാഠമാണിത്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വായിക്കണം ഈ പാഠം. ഇതിനകത്തു നിന്നൊക്കെ ഇടയ്ക്കുന്നൊക്കെ ചോദ്യങ്ങൾ, വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് വായിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് തരുന്ന നോട്ടുകളും ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക, നന്നായിട്ട് പഠിക്കുക, പാഠം നന്നായി വായിക്കുക. ओके, तो हम अगली कक्षा में मिलेंगे. धन्यवाद. अलविदा.